കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ്. 8 വയസ്സുകാരന്റെ കാലിനുള്ളിൽ സ്റ്റേപ്ലർ പിൻ കണ്ടെത്തി. 2022 മെഡിക്കൽ കോളേജിൽ കുട്ടിക്ക് സർജറി നടത്തിയിരുന്നു. ആ സമയത്ത് സ്റ്റേപ്ലർ കാലിനുള്ളിൽ കുടുങ്ങിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. കുട്ടിയെ വീണ്ടും സർജറിക്ക് വിധേയനാക്കി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഇങ്ങനെ തുടരുകയാണ്. ഒരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു സംഭവം അനുദിനം എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വരുന്ന പരാതി എന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുകയാണ്. ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ കുട്ടിയുടെ കാലിൽ സ്റ്റേപ്ലർ കുടുങ്ങി എന്ന് പറയുന്ന ഒരു ഗുരുതര ചികിത്സാ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് ചെന്നമംഗലം സ്വദേശികളായിട്ടുള്ള ഉമ്മർ ഖാൻ മഹരിഫ് ദമ്പതികളുടെ മകനാണ് 2ാം ക്ലാസ്സുകാരൻ. ആ 2ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ 2022 സ്കൂളിൽ നിന്ന് വീഴുന്നത്. സ്കൂളിൽ നിന്ന് വീണ് കാലിന് പരിക്കേൽക്കുകയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അന്ന് ആശുപത്രിയിൽ വെച്ച് ഒരു സർജറി നടത്തിയിരുന്നു. അതിനുശേഷം കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ വീട്ടിലേക്ക് വന്നു. എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ആ സർജറിക്ക് ശേഷം കുട്ടിക്ക് നടക്കാനും കാലുവേദനയും ഒക്കെ തന്നെ നിരന്തരം അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് ആ സർജറി നടത്തിയ ആ ഭാഗത്ത് കുരു വരികയും അത് ആശുപത്രിയിൽ കാണിക്കുകയും പിന്നീട് വീണ്ടും അങ്ങനെ 10 തവണയോളം ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്നലെ കുട്ടിക്ക് അസഹനീയമായ കാലുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ നടത്തിയ എക്സ്റേയിലാണ് കുട്ടിയുടെ കാലിനുള്ളിൽ സ്റ്റേപ്ലർ പിന്ന് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തി ആ പിന്ന് പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നിലവിൽ കുട്ടിയെ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്, അതായത് ഈ കാലിനുള്ളിൽ ഈ സ്റ്റേപ്ലർ പിന്നുള്ളത് കൊണ്ടാണ് കുട്ടിക്ക് ഇത്രയും നാൾ ഈ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായത്, കാലിൽ വേദന അനുഭവപ്പെട്ടത് എന്നൊക്കെ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ നിയമ നടപടിയിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. ഇവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ കൃത്യമായ പരാതി നൽകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും നിലവിൽ കുട്ടിയെ ഇപ്പോൾ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ പരാതി അടക്കം നൽകുന്ന നിയമ നടപടിയിലേക്ക് കുടുംബം കടക്കുക. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 8 വയസ്സുകാരന്റെ കാലിനുള്ളിൽ സ്റ്റേപ്ലർ പിൻ കണ്ടെത്തി. 2022 മെഡിക്കൽ കോളേജിൽ കുട്ടിക്ക് സർജറി നടത്തിയിരുന്നു. ആ സമയത്ത് സ്റ്റേപ്ലർ പിൻ കാലിനുള്ളിൽ കുടുങ്ങിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി നൽകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സർജറിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അമ്മ മഹരീഫ് നമ്മോടൊപ്പം ചേരുകയാണ്. മഹരീഫ്, ഇപ്പോൾ മകനെ സർജറിക്ക് അമ്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് റിപ്പോർട്ടർ അനഘയിലേക്ക് പോകുകയാണ്. അനഘ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുഞ്ഞിപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ? അതെ, തീർച്ചയായും നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുകയാണ്. ഇപ്പോഴിതാ ഒരു 8 വയസ്സുകാരന്റെ കാലിൽ സ്റ്റേപ്ലറിന്റെ പിന്ന് കുടുങ്ങി. ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയാണ് ആ സ്റ്റേപ്ലറിന്റെ പിന്ന് കാലിൽ കുടുങ്ങിയത് എന്ന ഗുരുതര ആരോപണമാണ് ഈ കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അസഹനീയമായ വേദനയെ തുടർന്ന് ഈ കുഞ്ഞിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയുടെ കാലിൽ ഒരു സ്റ്റേപ്ലർ പിന്ന് ഉള്ളതിന്റെ രേഖ ലഭിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ഡോക്ടർ തന്നെ പറഞ്ഞു ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്ന്. അതുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയെ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നത്. എന്തായാലും ശസ്ത്രക്രിയ കഴിഞ്ഞ് ആ സ്റ്റേപ്ലർ പിന്നെ മാറ്റിയാൽ മാത്രമേ കുട്ടിയുടെ വേദനയ്ക്കടക്കം ശമനം ഉണ്ടാകൂ എന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ കുട്ടിക്ക് 2022 സ്കൂളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടി വീണ് കാലിന് പരിക്കു പറ്റുന്നത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് കുട്ടിയുടെ കാലിൽ നീര് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ശസ്ത്രക്രിയയാണ് അവിടെ നടത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് നിരവധി തവണ, അതായത് 10
ഒന്നിലധികം തവണ ഈ കുട്ടിക്ക് അന്ന് സർജറി നടത്തിയ ആ ഭാഗത്ത് കടുത്ത വേദന അനുഭവപ്പെട്ടിരുന്നു, മുഴകൾ പൊന്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ നിരന്തരം ആശുപത്രിയിലേക്ക് പോകും. ഈ മുഴ ചെറിയ രീതിയിൽ ഡോക്ടർമാർ ചികിത്സിക്കും, പിന്നീട് വീണ്ടും മാറും. അങ്ങനെ നിരന്തരം ഈ കുട്ടിക്ക് ആ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബം ഇന്നലെയാണ് ഏറ്റവും ഒടുവിൽ ഈ വേദന സഹിക്കാൻ കഴിയാതെ വന്നതോടുകൂടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും ഈ കുട്ടിയുടെ കാലിൽ സ്റ്റേപ്ലർ ഉണ്ടെന്ന് കണ്ടെത്തുന്നതും ഏറ്റവും ഒടുവിൽ കുട്ടിയെ ഇപ്പോൾ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഇരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഏറ്റവും ചെറിയ പ്രായമാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടിക്കാണ് ഈ കുടുംബം അറിയിക്കുന്നത് ശരിയാണെങ്കിൽ ഇത്തരത്തിലൊരു ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് വിശദമായി അന്വേഷിക്കട്ടെ എന്നൊരു മറുപടി മാത്രമാണ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ മാത്രമല്ല, മറ്റ് പല കേസുകളിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശരി അനഘ, അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.